ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ചെയ്യുന്നത് ഇഫ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം. കൂട്ടത്തിൽ ഒരു സ്പൂൺ യോഗേർട്ടൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാലകൾ പറ്റുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറോളം ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത്രയും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറായാലും വെച്ചാൽ മതി. ഇനി ഇതിന് ശേഷം ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പീസ് ആയതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ഒരു ഡിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ മയണൈസ് എടുക്കാം. അതിനുശേഷം നമുക്കൊരു 4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു 2 സ്ലൈസ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡിപ്പ് നമുക്ക് വെന്തിരിക്കുന്ന ചിക്കൻ്റെ പുറത്തേക്കൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഈസി ആയിട്ടുള്ളൊരു ഇഫ ചിക്കൻ റെസിപ്പിയാണിത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലടിക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇഫ ചിക്കനാണ്.